നമസ്കാരം. SV ജേണലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇപ്പോഴും പറയാറുള്ളത് പോലെ തന്നെ നമ്മുടെ വീഡിയോയുമായി ബന്ധപ്പെട്ടിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും അഭിപ്രായ വ്യത്യാസങ്ങളും കമൻറ്റുകളെ രേഖപ്പെടുത്താൻ മറക്കരുത്. വിഷയത്തിലേക്ക് വരാം. സതീശൻ ഒരു വലിയ ബുദ്ധിരാക്ഷസനാണ്. ചെറിയ ബുദ്ധിയൊന്നുമല്ല, നല്ല കാഞ്ഞ ബുദ്ധി എന്ന് നമ്മൾ പറയില്ലേ, അതുതന്നെയാണ് സതീശൻ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഇവിടെ അവലംബിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ പ്രധാന കുറ്റക്കാരാരാണ് എന്ന് ചോദിച്ചാൽ കോൺഗ്രസ്സുകാരോ കോൺഗ്രസിലെ നേതാക്കന്മാരോ ഓരോ സ്ഥാനാർത്ഥിക്കും വേണ്ടി വാശി പിടിച്ചുകൊണ്ടിരിക്കുന്ന അവരുടെ മുതിർന്ന നേതാക്കന്മാരോ ആരുമല്ല, മാധ്യമങ്ങളാണ്. മാധ്യമങ്ങൾ കൊടുക്കുന്ന ചില വാർത്ത കേട്ടുകൊണ്ട് ഞാനും KCയും കൂടി ഇരുന്ന് പൊട്ടിച്ചിരിക്കുകയായിരുന്നു എന്നാണ് പറയുന്നത്. ഇതൊക്കെ എന്താണിപ്പോൾ VD സതീശൻ്റെ ഇത്തരം പ്രസ്താവനകൾക്ക് പിന്നിലെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിസ്സംശയം പറയാം, ഞങ്ങൾ തമ്മിൽ, അതായത് ടീം UDF എന്ന് പറയുന്ന സംവിധാനത്തിനകത്ത് യാതൊരു തരത്തിലുള്ള വ്യത്യാസങ്ങളോ ഭിന്നതകളോ തല്ലുപിടികളോ ഒന്നുമില്ല. ഞങ്ങളെല്ലാവരും ഒറ്റക്കെട്ടായി തന്നെ നിലനിന്ന് പോരുന്നവരാണ് എന്ന് ജനത്തിനെ ബോധ്യപ്പെടുത്തുക. അതോടൊപ്പം ഇതിനെല്ലാം കാരണക്കാരായിട്ടുള്ളത് മാധ്യമങ്ങളാണ് എന്ന് പറഞ്ഞ് പരത്തുക. അപ്പോൾ എന്നാലോചിച്ച് നോക്കിക്കോളൂ, അതിനകത്ത് പറഞ്ഞ ഉദാഹരണം എന്തൊക്കെയാണ്? ചില കാര്യങ്ങൾ, അതായത് K. സുധാകരൻ എന്ന് പറയുന്ന ഒരാൾ സ്ഥാനാർത്ഥി പട്ടികയിൽ നിന്ന് ഒഴിവാക്കി എന്നൊരു വാർത്ത മാധ്യമങ്ങളിലൂടെ മുക്തകണ്ഠം പ്രചരിക്കുന്നു. എല്ലാ ജനങ്ങളും അത് വിശ്വസിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ K. സുധാകരൻ എന്ന് പറയുന്ന ഒരാളെ ലിസ്റ്റിൽ നിന്ന് ഒഴിവാക്കി. അപ്പോൾ ശരിക്കും അവിടെ സ്റ്റിയറിംഗ് കമ്മിറ്റിക്ക് ഉള്ളിൽ അങ്ങനെ ഒരു തീരുമാനം എടുത്തിട്ടില്ല. അതായത് K. സുധാകരനെ സ്ഥാനാർത്ഥി പട്ടികയിൽ നിന്ന് ഒഴിവാക്കണമെന്നൊരു തീരുമാനം എടുത്തിട്ടില്ല എന്ന് VD സതീശൻ പറയുന്നു. അപ്പോഴേക്ക് മാധ്യമങ്ങൾ ഇങ്ങനെ ഒരു വാർത്ത കൊടുത്തു. എങ്ങനെ കൊടുത്തു എന്ന് പോലും അറിയില്ല. 2, VD സതീശനും കൂട്ടരും ഇങ്ങനെ കൂലങ്കഷമായി ഇയാളെ ഉൾപ്പെടുത്തണം എന്ന് പറയുന്ന രീതിയിൽ ഒരു വാർത്ത പെട്ടെന്ന് മാധ്യമങ്ങളിലൂടെ കുറച്ച് കഴിഞ്ഞപ്പോൾ പ്രചരിക്കുന്നു. അപ്പോൾ ആ സമയത്ത് K. സുധാകരനെ മത്സരിപ്പിക്കുന്ന കാര്യത്തിലും തീരുമാനമായിട്ടില്ല. അപ്പം 2 തീരുമാനമാകാത്ത കാര്യങ്ങൾ മാധ്യമങ്ങൾ, അതായത് മുഖ്യധാരാ മാധ്യമങ്ങൾ എന്ന് തന്നെ വിളിക്കാൻ കഴിയുന്ന മാധ്യമങ്ങൾ നേരെ പുറത്തേക്ക് വിട്ടുകൊണ്ടേയിരിക്കുന്നു. അപ്പോൾ ഇതിൽ നിന്ന് മാധ്യമങ്ങൾ എന്ന് പറയുന്ന ഒന്നിൻ്റെ ക്രെഡിബിലിറ്റിയാണ് നഷ്ടപ്പെടുന്നത് എന്നാണ് ജനത്തിനോട് പൊതുവിൽ മാധ്യമങ്ങളുടെ മുന്നിൽ നിന്നുകൊണ്ട് VD സതീശന് പറയാനുള്ളത്. അപ്പോൾ സതീശനിൽ നിന്ന് മറച്ചു പിടിക്കുന്ന കാര്യം എന്താണ്? ഞങ്ങൾ എടുക്കാത്ത തീരുമാനങ്ങൾ മാധ്യമങ്ങളിലൂടെ പുറത്തേക്ക് വിട്ടുകൊണ്ട് ജനത്തിനെ കബളിപ്പിക്കുന്നവരാണ് മാധ്യമങ്ങൾ എന്നൊരു പേരുദോഷം വരുന്നു. എന്നാൽ ഇതിനകത്ത് സതീശൻ പറയാതെ പോകുന്ന ചില കാര്യങ്ങളുണ്ട്. എന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചാൽ, ഇവിടെ ഞങ്ങൾ തീരുമാനിച്ചില്ല എന്ന് പറയുന്നില്ലേ, അതായത് K. സുധാകരനെ ഇതിൽ ഉൾപ്പെടുത്തണോ വേണ്ടയോ എന്നുള്ള കാര്യത്തിൽ ഞങ്ങൾ തീരുമാനം എടുത്തിട്ടില്ല എന്നാണ് പറയുന്നത്. എന്നാൽ അതിന് മുൻപായി തന്നെ ഹൈക്കമാൻഡ് എന്ന് പറയുന്ന വിലയില്ലാത്ത ഒരു സ്ഥാനത്തിരിക്കുന്ന കുറച്ച് പേരുണ്ട്. അവരെല്ലാം കൂടി നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇവിടെ കേരളത്തിൽ MP-മാരെ ഇത്തവണ മത്സര രംഗത്ത് ഇറക്കണ്ട എന്നുള്ള കാര്യം. അപ്പോൾ നിലവിൽ MP-മാരെ മത്സരിപ്പിക്കേണ്ട എന്ന് തീരുമാനമെടുത്ത ആ പാർട്ടിയിൽ K. സുധാകരന് വേണ്ടി പിന്നെ എന്തിനാണ് ചർച്ച വെച്ചത്? അവിടെ ചർച്ച വയ്ക്കേണ്ട ആവശ്യമില്ലല്ലോ. K. സുധാകരനെ അവിടേക്ക് വിളിപ്പിച്ച് അനുനയിപ്പിക്കേണ്ട ആവശ്യമില്ലായിരുന്നു. ഒടുവിൽ ഈ പറയുന്ന K. സുധാകരനെ അനുനയിപ്പിക്കുന്നതിന് വേണ്ടി AK ആൻ്റണി വിളിച്ച് സംസാരിച്ചിരുന്നു. അതായത് താങ്കൾ മത്സരിച്ചാൽ, അവിടെ പറഞ്ഞിരിക്കുന്ന കാര്യം ഭയങ്കര രസമാണ്. അതായത് AK ആൻ്റണി K. സുധാകരനെ വിളിച്ച് പറഞ്ഞ കാര്യങ്ങളിൽ ചെറിയ കാര്യങ്ങൾ ഇത്രയേ ഉള്ളൂ. താങ്കൾ മത്സരിച്ചാൽ ഇവിടെ UDF എന്ന് പറയുന്ന മുന്നണി പരാജയപ്പെടും. താങ്കൾ മത്സരിച്ചില്ലെങ്കിൽ കോൺഗ്രസ് ഇവിടെ വിജയിക്കുകയും അധികാരത്തിലെത്തുകയും ചെയ്യും. ചേട്ടാ, ഇത് കൊള്ളാമല്ലോ, ഇതൊരു പുതിയ പൊല്ലാപ്പാണല്ലോ. ഈ AK ആൻ്റണി എന്ന് പറയുന്ന ആളിനെ നമുക്ക് നന്നായിട്ട് അറിയാം. AK ആൻ്റണി എന്ന് പറയുന്ന ആള് സ്വന്തം മകനെ കൃപാസനം വഴി നേരെ BJPക്ക് സംഭാവന ചെയ്ത കരുത്തനായ മുഖ്യമന്ത്രിയായിരുന്നു ഈ AK ആൻ്റണി. ഈ AK ആൻ്റണി എത്രത്തോളം കരുത്ത് കേരളത്തിലെ ജനത്തിന് മുന്നിൽ കാട്ടിയിട്ടുണ്ട് എന്നുള്ള കാര്യവും നമുക്കെല്ലാം അറിയാം. തുമ്മിയാൽ ആരെങ്കിലും നിയമസഭയിലോ അല്ലെങ്കിൽ മന്ത്രിസഭയിലിരിക്കുന്ന ഏതെങ്കിലും ഒരു മന്ത്രി തുമ്മിയാൽ പോലും രാജിവെച്ച് പുറത്തു പോകുന്നത്ര ആദർശധീരനായ നേതാവായിരുന്നു AK ആൻ്റണി. ഈ ആദർശധീരനായ ഇതേ നേതാവ് തന്നെയാണ് കരുണാകരനെ പിടിച്ചു പുറത്താക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങളൊക്കെ നടത്തിയത്. ഇതേ AK ആൻ്റണി തന്നെയാണ് ഉമ്മൻചാണ്ടിക്കെതിരായും ഇവിടെ പ്രചരണമൊക്കെ നടത്തിക്കൊണ്ടിരുന്നത്. കാര്യമൊക്കെ ശരി തന്നെ. ആ AK ആൻ്റണി K. സുധാകരനെ വിളിച്ചിട്ട് പറഞ്ഞു അത്രേ, താങ്കൾ മത്സരിച്ചാൽ UDF പരാജയപ്പെടുകയും താങ്കൾ മത്സരിച്ചില്ലെങ്കിൽ UDF വിജയിക്കുകയും ചെയ്യും എന്നാണ് പറഞ്ഞത്. അപ്പോൾ അത്രയ്ക്ക് മോശക്കാരനായ ഒരു നേതാവാണോ K. സുധാകരൻ എന്നുള്ളതും നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട്. അപ്പോൾ MP-മാർ ഇങ്ങനെ ഒരു മത്സരിക്കേണ്ട എന്ന തീരുമാനം AICC എടുത്ത സാഹചര്യത്തിൽ പിന്നെ K. സുധാകരന് വേണ്ടി ചർച്ചകൾ, മാരത്തോൺ ചർച്ചകൾ നടത്തുക,
ഇവിടെ പറയുന്നത് കേട്ടല്ലോ. ഇവിടെ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം വന്ന് ദിവസം എത്ര കഴിഞ്ഞു? ഇപ്പോൾ കൃത്യമായി പറഞ്ഞ ഈ ഞായറാഴ്ചയാകുമ്പോൾ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം നടന്നിട്ട് ഒരാഴ്ച പിന്നിടുകയാണ്. ഈ ഞായറാഴ്ച എത്തുമ്പോൾ ഇനി 2 ദിവസം കൂടിയേ ഉള്ളൂ. ഏകദേശം 5 ദിവസങ്ങൾ പിന്നിട്ടു തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം കഴിഞ്ഞിട്ട്. ഇതിനിടയിൽ ഇതുവരെയായി കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി പട്ടിക അന്തിമമായി രൂപകൽപ്പന ചെയ്യാൻ സാധിച്ചില്ല എന്ന് പറഞ്ഞാൽ ഈ 10 വർഷക്കാലം ഒന്ന് ആലോചിച്ച് നോക്കിക്കോളൂ. മേലോട്ട് നോക്കിയിരിക്കുകയായിരുന്നു ഇവരൊക്കെ. അങ്ങനെ തന്നെ ചോദിക്കേണ്ടി വരും. ഇവർക്കൊക്കെ എന്തായിരുന്നു പരിപാടി? വെറും 95 സ്ഥാനാർത്ഥികളെ, അതിൽ 20 കഴിച്ചിട്ട് ബാക്കി വരുന്ന 75 സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കാൻ ഇത്രയും ദിവസം കഴിഞ്ഞിട്ടും ഈ 10 വർഷം കൊണ്ട് പ്രതിപക്ഷത്ത് മാത്രം നോക്കുകുത്തികളായിരിക്കുന്ന ഈ പാർട്ടിയിലെ നേതാക്കന്മാർക്ക് കഴിയുന്നില്ല എന്ന് പറഞ്ഞാൽ അതിൽ പരം ഒരു നാണക്കേട് വേറെയുണ്ടോ? ആലോചിച്ച് നോക്കിയാൽ മതി. വളരെ സിമ്പിളാണ്. ഈ മഹാന്മാരെല്ലാം കൂടി ചേർന്നിട്ട് സ്ഥാനാർത്ഥികളെ നിർണ്ണയിക്കുന്ന കാര്യത്തിൽ പോലും 100 തർക്കങ്ങളും 200 അടിയും ഇതും കഴിഞ്ഞിട്ട് അടിപിടി കോലാഹലമായി നടക്കുന്ന ഇവർ മന്ത്രിസഭാ രൂപീകരണ സമയത്ത് എത്രത്തോളം തമ്മിൽ തല്ലുമെന്ന് ഒന്ന് ആലോചിച്ച് നോക്കിക്കോളൂ. എന്നാൽ വി ഡി സതീശനെ സംബന്ധിച്ചിടത്തോളം സതീശൻ പറയാൻ ശ്രമിക്കുന്നത് ഞങ്ങൾ തമ്മിൽ അടി നടക്കുന്നില്ല എന്നുള്ളതാണ്. വാസ്തവം നമുക്ക് എല്ലാവർക്കും അറിയാം. വി ഡി സതീശന് എതിരായിട്ട് വി ഡി സതീശൻ ഇതിന് മുൻപ് തന്നെ നടത്തിയിട്ടുള്ള ചില കുളങ്കലക്കൽ പരിപാടികളെക്കുറിച്ച് നമുക്ക് ഏകദേശം ധാരണയുണ്ട്. അതായത് ഇപ്പോൾ പറയുന്നല്ലോ, വിശുദ്ധനായി പ്രഖ്യാപിക്കപ്പെട്ട ഉമ്മൻചാണ്ടി സാറ് കേരളം ഭരിച്ചുകൊണ്ടിരുന്ന കാലഘട്ടത്തിൽ ആ ഉമ്മൻചാണ്ടിക്കെതിരായി ഏറ്റവും അധികം പ്രശ്നമുണ്ടാക്കിയത് ആരാണ്? ആ ആളിൻ്റെ പേര് വി ഡി സതീശൻ എന്ന് തന്നെയാണ്. വി ഡി സതീശൻ തന്നെയാണ് ഇതിനെല്ലാം, അതായത് ഉമ്മൻചാണ്ടിയെ ഇവിടെ നിന്ന് പിടിച്ച് പുറത്താക്കിയില്ലെങ്കിൽ തന്നെയും ഉമ്മൻചാണ്ടിക്കെതിരായി അദ്ദേഹത്തെ മര്യാദയ്ക്ക് ഭരിക്കാൻ വിടാത്ത ഒരു സംഘത്തിൻ്റെ നേതാവ് വി ഡി സതീശൻ തന്നെയായിരുന്നു. സ്വന്തം MLA UDF MLA-മാരാണ്. ഈ സതീശനാണ് ടീം UDF എന്ന് പറഞ്ഞുകൊണ്ട് ഒരു വലിയ പേരൊക്കെ ഇട്ട് ഇങ്ങനെ പുറത്തേക്ക് ഇറങ്ങിയിരിക്കുന്നത്. ഇതിൽ നിന്ന് തന്നെ പുള്ളിയുടെ ഒരു നിലപാടില്ലായ്മയെക്കുറിച്ച് നമുക്ക് വ്യക്തമാകുന്നുണ്ട്. ഒരു നിലപാട് രഹിതനാണ് അദ്ദേഹം. അധികാരത്തിന് വേണ്ടി എന്ത് തറപ്പണിയും കാണിക്കും എന്നുള്ളതാണ്. ഇതേ സതീശൻ തന്നെയാണ് പിന്നീട് നമുക്കറിയാവുന്നതുപോലെ ഒരു ഉപതെരഞ്ഞെടുപ്പ് പുതുപ്പള്ളിയിൽ കഴിഞ്ഞപ്പോൾ, അതായത് ഉമ്മൻചാണ്ടി മരിച്ച് അതിനുശേഷം അദ്ദേഹത്തിൻ്റെ മകൻ ചാണ്ടി ഉമ്മൻ അവിടെ നിന്ന് വിജയിച്ചു കഴിഞ്ഞപ്പോൾ അവിടെ മൈക്കിന് വേണ്ടി കടിപിടി കൂടിയ സമയത്തുണ്ടായിരുന്ന വി ഡി സതീശൻ്റെ മുഖവും കേരളത്തിലുള്ള ഒരാളും മറന്നിട്ടില്ല. അതിനുശേഷമാണ് സമരാഗ്നി എന്ന് പറയുന്ന പരിപാടിയുമായി ആലപ്പുഴ ജില്ലയിലെത്തിയപ്പോൾ ആ ദേഷ്യം മുഴുവൻ കെ സുധാകരൻ ഒരു തെറിയായി വി ഡി സതീശനെ വിളിച്ചതും കേരളത്തിലുള്ള ആരും മറന്നിട്ടില്ല. അതിനുശേഷം ഈ സമരാഗ്നി തിരുവനന്തപുരത്ത് തെറിയാഗ്നിയായി തിരിച്ചെത്തിയ സമയത്ത് അവിടെ വി ഡി സതീശൻ ഈ കെ സുധാകരനെതിരായി പ്രസംഗിച്ചതും കെ സുധാകരൻ ആ സമയത്ത് പറഞ്ഞ പല വാചകങ്ങളെയും എതിർത്തുകൊണ്ട് പൊതുവേദിയിൽ സംസാരിച്ചതും കേരളം മറക്കില്ല. അതിനുശേഷം വി ഡി സതീശൻ പറയുന്നതെല്ലാം അനുസരിക്കുന്ന ഒരാളായിരിക്കണം KPCC അധ്യക്ഷൻ എന്നുള്ള ധാരണയിന്മേൽ ഈ കെ സുധാകരനെ വട്ടം വെച്ച് വെട്ടിപ്പൂട്ടി ഇവിടെ നിന്ന് കുമ്പക്കുടി വീട്ടിലേക്ക് തിരിച്ചു പറഞ്ഞു വിടുകയും ചെയ്ത ഒരു നേതാവിൻ്റെ പേര് വി ഡി സതീശൻ എന്നാണ്. അപ്പം അത്രയും ചെയ്ത് കൂട്ടിയ ഒരാളാണ് വി ഡി സതീശൻ. അതായത് ഉമ്മൻചാണ്ടിയുടെ കാലഘട്ടം മുതൽ ഇന്ന് ഇവിടെ ഇപ്പോൾ എത്തി നിൽക്കുന്ന സമയം വരെ കോൺഗ്രസിനുള്ളിൽ കുളങ്കലക്കി മീൻ പിടിക്കാൻ ശ്രമിച്ച ഒരു നേതാവിൻ്റെ പേര് വി ഡി സതീശൻ എന്ന് തന്നെയാണ്. ഈ വി ഡി സതീശനാണ് ഇപ്പോൾ വലിയ വായിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ടീം UDF. ഈ ടീം UDF ഇത്രയും കുളം കലക്കി അടി നടന്നുകൊണ്ടിരിക്കുന്ന ഈ ടീം UDF നമ്മുടെ സർക്കാരായി അധികാരത്തിൽ കയറി കഴിയുമ്പോൾ ഉണ്ടാകാവുന്ന വലിയ ഭാരിച്ച തോതിലുള്ള ഒരു തല്ലിനെ കുറിച്ച് നമ്മളൊന്ന് വെറുതെ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ മതി, മനസ്സിലാവും. ഇവിടെ ഈ 5 ദിവസം കഴിഞ്ഞിട്ടും ഒരു 70 സ്ഥാനാർത്ഥികളെ പോലും പ്രഖ്യാപിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞാൽ അതിൽ പരം ഒരു നാണക്കേട് വേറെയുണ്ടോ? ഇങ്ങനെയുള്ള ഒരു പാർട്ടി എങ്ങനെയാണ് നാളെ അധികാരത്തിലേക്ക് എത്തുക? അധികാരത്തിലേക്ക് എത്തിക്കൊണ്ട് ജനങ്ങളെ എങ്ങനെയാണ് സേവിക്കുക? ഇവിടെ ഒരു വലിയ പാൻഡമിക്കോ അതുപോലെയുള്ള മറ്റൊരു പ്രശ്നമുണ്ടാകുമ്പോൾ അതിനെ പ്രതിരോധിക്കാനും ജനങ്ങൾക്കൊപ്പം നിൽക്കാനും എങ്ങനെയാണ് ഈ തരത്തിലുള്ള ഒരു സർക്കാരിനെ കൊണ്ട് സാധിക്കുക? ഇതൊക്കെ നമ്മുടെ മുന്നിലുള്ള ചോദ്യങ്ങളാണ്. അത് മാത്രമല്ല, വയനാട്ടിലെ ഇപ്പോഴും ടൗൺഷിപ്പിൻ്റെ പേര് ഒരു പുനരധിവാസ പദ്ധതിയുടെ പേരും പറഞ്ഞുകൊണ്ട് കുറേയധികം 3.25 ഏക്കറോളം സ്ഥലം ഏറ്റെടുത്തെന്നോ ഇല്ലെന്നോ ഒരു വ്യക്തതയില്ലാത്ത രീതിയിൽ ഒരു സ്ഥലം വെട്ടിനിരത്തിയതിനു ശേഷം ഇന്ന് 26-ാം തീയതി ആകുമ്പോൾ ഏകദേശം 1 മാസമാവുകയാണ്. ആ 1 മാസത്തിന് മുൻപായി ഇവിടെ ഒരു രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും കൂടെ ഒന്നിച്ച് വന്നിരുന്ന് ചായ കുടിക്കുകയും താടിക്ക് പിടിക്കുകയും ചെയ്തിട്ട് ആ ജനങ്ങളെ കബളിപ്പിച്ച് പോയിട്ട് അവിടെ ഒരു തറക്കല്ലുണ്ടായിരുന്നത് പോലും ഇപ്പോൾ കാണാനില്ല. ഒരു ബോർഡ് അനാച്ഛാദനം ചെയ്തിട്ട് പോയി. ചെയ്ത് വെച്ചിട്ട് പോയ ബോർഡ് പോലും ഇപ്പോൾ കാണാനില്ല എന്നാണ് അവിടുത്തെ നാട്ടുകാർ സാക്ഷ്യപ്പെടുത്തുന്നത്.
അപ്പം ഈ പറയുന്ന പേരും പറഞ്ഞുകൊണ്ട് ഈ 10 വർഷത്തിനകത്ത് ഒരുപക്ഷെ അങ്ങനെ ഒരു പദ്ധതിയെങ്കിലും നടപ്പിലാക്കിയിരുന്നെങ്കിൽ ഈ പറയുന്ന കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം എന്തെങ്കിലും ഒരു മുന്നേറ്റം ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുമായിരുന്നു. അതുപോലും ചെയ്തിട്ടില്ല. അപ്പം അക്ഷരാർത്ഥത്തിൽ പാവങ്ങളുടെ മുന്നിൽ നിന്നുകൊണ്ട് അവരെ പൊട്ടം കളിപ്പിച്ച് നാടകം കളിക്കാനുള്ള ഒരു ബഹുമിടുക്ക് ഈ പറയുന്ന കോൺഗ്രസ് എന്ന് പറയുന്ന കോൺഗ്രസിലെ നേതാക്കന്മാർക്കുണ്ടെന്നേ. അതിൽ ഏറ്റവും വലിയ ഒരാളാണ് രാഹുൽ ഗാന്ധി. ഈ രാഹുൽ ഗാന്ധിയെ കൊണ്ട് വയനാടുകാർക്ക് എന്തെങ്കിലും ഗുണം ഉണ്ടായെന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് അവർ ഒരു മുഖത്ത് നോക്കി തന്നെ പറയും. അതാണ് ഇവരുടെ കോൺഗ്രസിൻ്റെ ഒരു രീതി. അവരാണ് ഇപ്പോൾ പറയുന്നത് എല്ലാ മാധ്യമങ്ങളുടെ സൃഷ്ടിയാണ്, മാധ്യമങ്ങൾ അവർക്കിടയിൽ തല്ല് നടക്കുന്നു എന്ന് മാധ്യമങ്ങൾ പ്രചരിപ്പിക്കുന്നു. വി.ഡി. സതീശൻ ഒരു കാര്യം മനസ്സിലാക്കേണ്ടതുണ്ട്. ഇങ്ങനെ ഒരു വാർത്ത പുറത്തേക്ക് പോയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടത്തിൽ ഒറ്റുകാരുണ്ടെന്നേ. മാധ്യമങ്ങൾ വെറുതെ രാവിലെ മുതൽ വൈകുന്നേരം അവർക്ക് റേറ്റിംഗ് കൂടാൻ വേണ്ടി എന്തെങ്കിലും പറഞ്ഞു കൂട്ടുന്നവരല്ല. അവർക്ക് കൃത്യമായി കിട്ടുന്ന ചില സോഴ്സുകൾ ഉണ്ടാവും. ആ സോഴ്സുകളും ഒറ്റുകാരുടെ രൂപത്തിൽ നിങ്ങളുടെ കൂട്ടത്തിലുണ്ട്. അവിടെ നടക്കുന്ന കാര്യങ്ങൾ മാത്രമായിരിക്കും ഇവിടെ വാർത്തകളായി പുറത്തേക്ക് വരുന്നത്. അല്ലാതെ ജനങ്ങളുടെ മുന്നിൽ മാധ്യമങ്ങളെ കുറ്റക്കാരാക്കിക്കൊണ്ട് മാധ്യമങ്ങൾ ഇവിടെ തെറ്റായ വ്യാഖ്യാനം നൽകുന്നു, മാധ്യമങ്ങൾ തെറ്റായ വാർത്ത കൊടുക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് കള്ളത്തരം പറയുകയല്ല വേണ്ടത്. നിങ്ങളുടെ കൂട്ടത്തിലെ ഒറ്റുകാരനെ കണ്ടുപിടിക്കുക. ആരാണ് ഈ വാർത്തകൾ പുറത്തേക്ക് കൊടുക്കുന്നത് എന്ന് ചിന്തിക്കുക. അവരെ കണ്ടുപിടിച്ചുകൊണ്ട് അവരോട് ചോദിക്കുക, എന്തിനാണ് അനാവശ്യമായ വാർത്തകൾ മാധ്യമങ്ങൾ കൊടുത്തതെന്ന്. അല്ലെങ്കിൽ എല്ലാ മാധ്യമങ്ങളും ഒരേപോലെ കള്ളം വരില്ലല്ലോ. അന്ന് ആലോചിച്ച് നോക്കൂ. അതായിരിക്കും. അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങളെല്ലാം കൂടി കാട്ടുന്ന ഒരു തന്ത്രമായിരിക്കും. അതായത് നോമിനേഷൻ കൊടുക്കുന്നത്. ഇതുവരെ നമ്മൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ എപ്പോഴാണ് നോമിനേഷൻ കൊടുത്തതെന്ന് പോലും നമുക്കാർക്കും അറിയില്ല. കേരളത്തിലെ ബാക്കിയുള്ള CPM ഇടതുപക്ഷ MLA സ്ഥാനാർത്ഥികൾ നോമിനേഷൻ കൊടുത്ത വിവരങ്ങൾ പോലും ഇതുവരെ ഒരു മാധ്യമങ്ങൾ പോലും റിപ്പോർട്ട് ചെയ്യാത്ത സാഹചര്യം. ഈ സാഹചര്യത്തിൽ ഇപ്പോഴും ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത് കോൺഗ്രസിൻ്റെ പടലപ്പിണക്കങ്ങളും തമ്മിൽ തല്ലും കുതുകാലുവിട്ടും മാത്രമാണ്. അപ്പോൾ അങ്ങനെ ഒരു നെഗറ്റീവ് പബ്ലിസിറ്റി ഉണ്ടാക്കാൻ വേണ്ടി നടത്തുന്ന ശ്രമങ്ങളായി വേണമെങ്കിലും ഇതിനെ ദുർവ്യാഖ്യാനിക്കാം. അപ്പോൾ അതിനുവേണ്ടി നിങ്ങളുടെ കൂട്ടത്തിൽ സതീശൻ എന്ന് പറയുന്ന ഒരു നേതാവിൻ്റെ കൂട്ടത്തിൽ ആരോ ഒരാൾ പ്രവർത്തിക്കുന്നുണ്ട് എന്നുള്ള സത്യാവസ്ഥ പൊതുജനം തന്നെ മനസ്സിലാക്കേണ്ടതുണ്ട്. അതിലല്ലാതെ മാധ്യമങ്ങൾ തെറ്റ് പ്രചരിപ്പിക്കുന്നില്ല എന്നുള്ളതാണ് ഇക്കാര്യത്തിലെ വസ്തുത. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.